അങ്ങനെ പ്രിയയെ കൊല്ലാൻ ഓടിക്കുന്നവരെ കാട്ടിനകത്ത് വെച്ചിട്ട് സ്റ്റീഫനും ഗ്യാഗും ഇന്റർസെപ്റ്റ് ചെയ്യും. അവിടെ കൃത്യസമയത്ത് ഇടിമിന്നലൊക്കെ ഏറ്റ് മരത്തിന് തീ പിടിക്കും. ഇത്ര കൃത്യമായിട്ട് ഈ മരത്തിന് മുന്നേ വന്ന് നിൽക്കണമെന്ന് സ്റ്റീഫൻ എങ്ങനെ മനസ്സിലായി? എന്റെ പൊന്നേട്ട ഒന്നാതെ കാടിനെ എടുക്കാം, ഭയങ്കര ഇരുട്ട, ഇവന്മാരുടെ ടോർച്ച് ലൈറ്റിന്റെ വെട്ടം പോലും ഇല്ല. പോരാത്തതിന് സ്റ്റീഫന്റെ കറുത്ത ഷർട്ടും. അതുകൊണ്ടൊരു മിന്നലേശി അവരുടെ മരത്തിനങ്ങ് തീയിട്ടു. ഇതിപ്പോൾ ഇരുട്ടത്ത് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തലയടിച്ച് വീഴുന്നതിനേക്കാൾ നല്ലതല്ലേ കുറച്ച് വെട്ടത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഇരുട്ടായതുകൊണ്ട് ഈ വില്ലന്മാർ സ്റ്റീഫന്റെ ഗ്യാങ്ങിന്റെ തോക്കൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഇവന്മാരെ കുറെ വടിവാളും വെട്ടുകത്തിയൊക്കെ ആയിട്ട് സ്റ്റീഫനെ കൊല്ലാനോടും. ഇവന്മാരുടെ കൂട്ടത്തിൽ തോക്കുള്ളവൻ ആദ്യം ചത്തുപോയതുകൊണ്ട് പാവങ്ങളുടെ കൈ തോക്കില്ലെന്ന് സ്റ്റീഫന് മനസ്സിലാവും. അതുകൊണ്ട് സ്റ്റീഫൻ ഇവന്മാരെല്ലാം വെറും കൈ കൊണ്ട് നേരിടും. അവിടെ സെയ്ദ് മസൂദ് വരണമായിരുന്നു. 30 സെക്കൻഡിനുള്ളിൽ പുള്ളി പരിപാടി അങ്ങ് തീർത്തേനെ. അല്ല പിന്നെ ഈ പ്രിയദർശനിക്ക് പ്രൊട്ടക്ഷന് പോലീസ് ഒന്നും ഇല്ലായിരുന്നോ? അയ്യോ പോലീസ് ഉണ്ടായിരുന്നില്ല അല്ലേട്ടാ. പക്ഷേ ഈ തീയും പുകയൊക്കെ കണ്ടപ്പോഴത്തേക്ക് പോലീസ് ഒന്ന് പേടിച്ചു. പാവങ്ങളല്ലേ. ഞങ്ങൾ ആ സ്റ്റേജിന്റെ ബാക്ക് സൈഡിലെത്തിയപ്പോഴത്തേക്കും അവിടെ ആരും കണ്ടില്ല. ഒരുപാട് സെർച്ച് ചെയ്തു. സോറി മാം. എന്താ പറ്റിയത്?